നമസ്കാരം. പ്രത്യാഘാതങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും തന്നെ വകവയ്ക്കാതെ പ്രഖ്യാപനങ്ങൾ നടത്തിവരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആരൊക്കെ എങ്ങനെയൊക്കെ പ്രതിഷേധിച്ചാലും വെച്ച കാൽ പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ട്രംപിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ രണ്ടാം വരവ് ലോകരാജ്യങ്ങൾ ഇത്രയധികം ഭയക്കുന്നത്. ബന്ദികളെയും കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ഹമാസ് ഉടൻ കൈമാറണമെന്നും അല്ലാത്തപക്ഷം ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹമാസുമായി US നേരിട്ട് ചർച്ച തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപും അന്ത്യശാസനം നൽകിയത്. എന്നാൽ ഗാസയെക്കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾക്ക് മറുപടിയായി ട്രംപിന്റെ സ്കോട്ട്ലൻഡിലെ ടേൺബറി ഗോൾഫ് റിസോർട്ട് പലസ്തീൻ അനുകൂല പ്രവർത്തകർ ചുവന്ന പെയിന്റ് കൊണ്ട് വരച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഇപ്പോൾ വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയാണ് ഉയരുന്നത്. പ്രതിഷേധക്കാർ പുൽത്തകിടിൽ ഗാസ ഈസ് നോട്ട് ഫോർ സെയിൽ എന്ന് വരയ്ക്കുകയും ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ ഉപയോഗിക്കുന്ന കോഴ്സിന്റെ ഹോളുകൾ ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ട്. 800 ഏക്കർ വിസ്തൃതിയുള്ള റിസോർട്ടിലെ ക്ലബ് ഹൗസ് വികൃതമാക്കാൻ റെഡ് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ചു. ഗാസയെ വംശീയമായി ശുദ്ധീകരിക്കാനുള്ള US ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത ഉദ്ദേശത്തോടുള്ള നേരിട്ടുള്ള പ്രതികരണമെന്നാണ് പലസ്തീൻ ആക്ഷൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ഗാസയെ തന്റെ സ്വത്തായി കണക്കാക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ സ്വന്തം സ്വത്ത് കയ്യെത്തും ദൂരത്ത് ഉണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കണമെന്ന് പലസ്തീൻ ആക്ഷൻ പറയുന്നു. എന്നാൽ ഈ സംഭവത്തിന്റെ പിന്നിൽ ഭീകര സംഘടനകളുടെ ഇടപെടലും ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ബ്രിട്ടനിലെ ഏറ്റവും ചെലവേറിയ ഗോൾഫ് കോഴ്സായ ട്രംപിന്റെ ടേൺബറി ഗോൾഫ് റിസോർട്ട് പലസ്തീൻ ആക്ഷൻ സന്ദർശിച്ചു. അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ ആയുധമാക്കുകയും ഗാസയെ വംശീയമായി ശുദ്ധീകരിക്കാൻ പദ്ധതിയിടുകയും ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് ഇനി ഇരിക്കാനാവില്ല. പലസ്തീൻകാരുടേതാണെന്ന് പലസ്തീൻ ആക്ഷൻ പറഞ്ഞു. കഴിഞ്ഞ മാസം അമേരിക്ക ഗാസ പിടിച്ചെടുക്കുമെന്നും അതിന്റെ 2 ദശലക്ഷത്തിലധികം പലസ്തീൻ ജനതയെ പുനരധിവസിപ്പിക്കുമെന്നും അതിനെ മിഡിൽ ഈസ്റ്റിലെ റിവേയറായി വികസിപ്പിക്കുമെന്നും അപ്രതീക്ഷിതമായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം അന്വേഷണം നടത്തുകയാണെന്ന് സ്കോട്ട്ലൻഡ് പോലീസ് അറിയിച്ചു. 2025 മാർച്ച് 8 ശനിയാഴ്ച പുലർച്ചെ 4:40 ടേൺബറിയിലെ മെയ്ഡൻസ് ഡോറിലെ ഗോൾഫ് കോഴ്സും പരിസരത്തും കേടുപാടുകൾ സംഭവിച്ചതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചു. അന്വേഷണങ്ങൾ തുടരുകയാണെന്ന് പോലീസ് സ്കോട്ട്ലൻഡ് വക്താവ് പറഞ്ഞു. ശനിയാഴ്ച ലണ്ടനിലെ വെസ്റ്റ്മിൽ കൊട്ടാരത്തിലെ ബിഗ് ബെൽ ടവറിൽ പലസ്തീൻ പതാക വീശി ഒരാൾ കയറിയിരുന്നു. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടേൺബറി ഗോൾഫ് റിസോർട്ട് സ്കോട്ട്ലൻഡിലെ എയർഷെയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 18 ഹോൾ കോഴ്സുകളും 9 ഹോൾ കോഴ്സും ഇവിടെയുണ്ട്. ഇതിന്റെ ഐസ്ല കോഴ്സ് 4 ഓപ്പൺ ചാമ്പ്യൻഷിപ്പുകൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. കൂടാതെ ഗോൾഫിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച 100 കോഴ്സുകളുടെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ 18ാം സ്ഥാനം നേടി. എങ്കിലും 2014 ട്രംപിന്റെ കമ്പനി റിസോർട്ട് വാങ്ങിയതിനു ശേഷം ഈ സ്ഥലം ഒരു ഓപ്പൺ ചാമ്പ്യൻഷിപ്പിനും ആതിഥേയത്വം വഹിച്ചിട്ടില്ല. അതിനുശേഷം റിസോർട്ടിൽ കാര്യമായ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.